ഈ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിനെയും കൂട്ടി ഗോവ വരെ പോയിരുന്നേ. അതിന്റെ വിശേഷങ്ങളായാലോ ഇന്ന്. ലാഹിമോനിലെ ഇനി എന്ത് പഠിച്ചാലും എന്ത് കിട്ടിയാലൊക്കെ ആദ്യം ഒന്ന് ഓരോ ദീദിമാരുടെ മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ പുതിയതായിട്ട് പഠിച്ച ഈ ഒരു പാട്ടിലെ ലിറിക്സ് ശരിയല്ലെങ്കിലും ഓല മുമ്പിൽ ഒന്ന് പാടിക്കൊടുത്തതാണ് ഈ ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങാടിപ്പുറം ടു ഷൊർണൂർ, ഷൊർണൂർ ടു ഗോവ, അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പിന്റെ ട്രെയിൻ റൂട്ട് കേട്ടോ. അങ്ങാടിപ്പുറം ടു ഷൊർണൂർ വരെ നമ്മൾ ജനറൽ ചെയ്യുന്നു കേട്ടോ. ഉച്ച സമയമായിരുന്നു തന്നെ വലിയ തിരക്കൊന്നും ഇല്ലെന്ന്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ അങ്ങനെ ഷൊർണൂർ എത്തിട്ടോ. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേന് നമ്മൾ ട്രെയിൻ എത്തിട്ടോ. നമ്മൾ 5 പേരുണ്ട്. ആ 5 പേരിൽ 4 സീറ്റുള്ളൂ കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അതും RIC നമുക്ക് ഒരാൾക്ക് ഫൈൻ അടിച്ച് പോരേണ്ടി വന്നു. ഇതാണ് എൻ്റെ 3 അനിയത്തിമാർ കേട്ടോ. എൻ്റെ പേഴ്സണൽ പ്രൈഡ് ഉണ്ടാവില്ല, ആ പ്രൈഡിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയൊരു പ്രൈഡാണ് എൻ്റെ ഈ 3 അനിയത്തിമാർ കേട്ടോ. ഓരെ കൊണ്ടുപോകണത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കാരണം ലാഹിൻ്റെ ഒരു കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. A to Z എല്ലാ കാര്യങ്ങളും ലാഹിൻ്റെ ഓരെന്നെ നോക്കൂട്ടോ. ലാഹിക്കും ഇഷ്ടമാണ്, അത് ഓർക്കും ഇഷ്ടമാണ് കേട്ടോ. ഓൾ തമാശ രൂപത്തിൽ പറയും ഞങ്ങളെ കൊണ്ടുപോകണത് ലാഹിനെ നോക്കാൻ വേണ്ടിയല്ലേ എന്ന്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നല്ല കേട്ടോ. ഓൾക്ക് ഞാനല്ലാതെ ഇതൊക്കെ ആര് കാണിച്ചു കൊടുക്കാനാ. അത്രക്ക് ഓരെ പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഓൾ എന്നെ നോക്കുന്ന ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് സത്യം തന്നെ കേട്ടോ. ഒരു 3 പേര് എൻ്റെ ചെറിയൊരു സ്വകാര്യ അഹങ്കാരം തന്നെ കേട്ടോ. ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നല്ല സ്നേഹമാണ്, ഞങ്ങൾ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല എന്ന്. പക്ഷെ ഞങ്ങളുടെ ഇടയിലും അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ കുറച്ച് സമയത്തിന് മാത്രം. അത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്നിക്കൂട്ടോ. നമ്മുടെ കമ്പാർട്ട്മെന്റിലെ കുറച്ച് വൈബായ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായതുകൊണ്ടേ നമ്മൾ നേരം പോണത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കാസർഗോഡൊക്കെ എത്തിയപ്പോൾ നമ്മൾ സീറ്റൊക്കെ കിട്ടി. നമ്മൾ അങ്ങനെ കിടന്നു കേട്ടോ. നല്ല ഉറക്കൊക്കെ ഉറങ്ങി നമ്മളെ ഒരു 4 മണിയൊക്കെ ആയപ്പോത്തിന് എണീറ്റു കേട്ടോ. നേരത്തെ എണീപ്പിച്ചതിനില്ലേ കരച്ചിലായി ലാഹിമോ. ഇങ്ങനെ നമ്മുടെ സ്റ്റോപ്പായ കൊൻകനിൽ നമ്മൾ ഇറങ്ങിട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സിയും കാര്യങ്ങളൊന്നും കിട്ടാൻ നേരം വൈകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിൽ തന്നെ നമ്മളെ വെയിറ്റിംഗ് റൂം ഉണ്ടാവില്ലേ, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം വെളിച്ചമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വേണ്ട ടാക്സി ബുക്ക് ചെയ്തിട്ടു. ഇവിടെ പ്രീപെയ്ഡിങ് ടാക്സി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നമ്മളെ ടാക്സി എത്തിട്ടോ. പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു.